ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അന്നത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് ഓട്ടടയും അതുപോലെ ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുള്ള കറിയാണ്. അപ്പോൾ ഓട്ടപ്പം ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആദ്യം തന്നെ കറി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തേക്ക് മാറ്റുകയാണ്. പിന്നെ കറി ഇന്നലെ തന്നെ തേങ്ങ ഒക്കെ വറുത്ത് വെച്ച കാരണം പെട്ടെന്ന് തന്നെ വേഗം ഓട്ടപ്പത്തിന് അരച്ച് വെച്ചിട്ട് വേഗം കറിയാണ് കേട്ടോ ആദ്യം റെഡിയാക്കിയത്. ഇനിയിപ്പോൾ ഓട്ടപ്പം ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. പിന്നെ മക്കൾക്ക് സ്കൂൾക്ക് കൊടുത്തു വിടുന്നതും ഇതുതന്നെയാണ്. അങ്ങനെ രാവിലത്തെ സ്കൂൾ പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ എന്നത്തെയും പോലെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇന്ന് ഉച്ചക്ക് ചീര തോരനും പിന്നെ മീൻകറി, ഇന്നലത്തെ മീൻകറി ഉണ്ട് കേട്ടോ. അപ്പോൾ കറി ഉണ്ടാക്കണില്ല, ചീര തോരനും പിന്നെ മീൻ ഫ്രൈ ചെയ്യാനും ഉണ്ട്. അപ്പോൾ വേഗം ചീരയും ഇതുപോലെ തന്നെ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചതേന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ ഉപ്പേരിക്കൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ പണികൾ പെട്ടെന്ന് തീരും ചെയ്യും. തേങ്ങയൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ വെക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ തീരും കേട്ടോ. തേങ്ങ ചിരകലൊക്കെ ആ ഒരു സമയത്ത് കുറച്ച് പണിയല്ലേ. അപ്പോൾ ചീരത്തോരനും റെഡിയായി. അങ്ങനെ ഉച്ചക്കുള്ള പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് ഞാൻ ഉച്ചക്ക് തന്നെ നമ്മൾ ഫ്രഷ് ആവണതിൻ്റെ മുന്നേ തന്നെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്നതിൻ്റെ മുന്നേ അവർക്ക് സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ തിന്നായിട്ടുള്ള ഒരു സേമിയ ഉണ്ടല്ലോ അത് വെച്ചിട്ടൊരു സ്വീറ്റ് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യം ആ സേമിയം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊടിച്ചെടുത്തുക്കണം. ഇനിയിപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇനി ഒന്നും കൂടിയും കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. തിന്നായ സേമിയം വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ ഒരു സ്വീറ്റ് ഒന്നും കൂടി നല്ല ടേസ്റ്റ്. ഇനിയിപ്പോൾ അത് വറുത്തെടുക്കാൻ ഒരു പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിരിക്കണം. ഇനിയിപ്പോൾ ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു സേമിയ നല്ല ബ്രൗൺ കളറാണ് വരെ അതിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. സേമിയ നല്ലോണം അങ്ങനെ വറവായി വരുമ്പോൾ അതിലേക്ക് ഞാനൊരു പാക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് കുഴച്ചിട്ട് ഷേപ്പ് ആക്കാൻ തരത്തില്ല അത്രയാണ് കേട്ടോ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് നമ്മളിങ്ങനെ മിക്സാക്കി എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള ആ ഒരു പാക്ക് മിൽക്ക് മെയ്ഡ് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയാൽ നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കൈ വെച്ചിട്ട് തന്നെയാണ് ഷേപ്പാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ ഷേപ്പാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്തെങ്കിലും കുപ്പിൻ്റെ മൂടിയോ അങ്ങനെ എന്തെങ്കിലും അതിൽ വെച്ചിട്ട് അങ്ങനെ ഷേപ്പാക്കി എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ കൈ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ഷേപ്പാക്കി എടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. പിസ്ത അല്ലെങ്കിൽ കാഷ്യോ ബദാമോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ബദാമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഫ്രഷ് ആവാനും ഫുഡ് കഴിക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.